താങ്കൾ തന്നെ ഈ അഭിമുഖത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ആഭ്യന്തര വകുപ്പാകുമ്പോൾ ഏത് പ്രശ്നങ്ങളും പോലീസ് അറിയും. അത്തരത്തിലുള്ളൊരു ഇൻഫർമേഷൻ ഗ്യാതറിംഗ് സിസ്റ്റം അത് തീർച്ചയായിട്ടും ആഭ്യന്തര വകുപ്പിനുണ്ട്. അങ്ങനെ വരുമ്പോൾ ഏത് കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണങ്ങളുടെയും A to Z ആഭ്യന്തരമന്ത്രിയും അറിയും, ആ വകുപ്പ് അറിയും, ആ വകുപ്പിലെ ഉന്നതരറിയും. അപ്പോൾ അത്തരം ഇൻഫർമേഷൻസ് ഏതെങ്കിലും ഘട്ടത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് നിന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ മാറ്റാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നതിന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വഴിവെച്ചിട്ടുണ്ടോ? ഞാനെങ്ങനെയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായത്? ഒരു മുഖ്യമന്ത്രി അറിയാതെ ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി ഉണ്ടാവുമോ? ഞാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയത് തന്നെ ശ്രീ ഉമ്മൻചാണ്ടി, മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി എന്നെ അത് നിയോഗിച്ചത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് ഞാൻ ഇതുപോലെ ശ്രമം നടത്തുന്നില്ല എന്ന് ചോദിക്കുന്നത് അധാർമികത്വത്തിൻ്റെ അങ്ങേയറ്റമല്ലേ? അങ്ങനെ ജീവിതത്തിൽ ധാർമ്മികതയുള്ള ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ പോലും പറ്റുമോ? അതുകൊണ്ട് ഞാൻ അതിനെ ആ അർത്ഥത്തിലേ അത് കാണുന്നുള്ളൂ. യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും ഉയരങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണ്, പൊതുപ്രവർത്തകരും അത് ആഗ്രഹിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആഭ്യന്തരമന്ത്രി സ്ഥാനം താങ്കൾക്ക് ഒഴിയേണ്ടി വന്നിരുന്നുവെങ്കിൽ താങ്കളുടെ രാഷ്ട്രീയ നിലനിൽപ്പ്, രാഷ്ട്രീയ വളർച്ചയെ അത് നെഗറ്റീവായി ബാധിക്കുമായിരുന്നു എന്ന് കരുതുന്നുണ്ടോ? എൻ്റെ പൊതുപ്രവർത്തന ജീവിതം ഒരിക്കലും സ്ഥാനങ്ങൾ നോക്കി മാത്രം വന്നിട്ടുള്ളതല്ല. ഞാൻ 1964 KSU അംഗത്വം എടുത്ത ആളാണ്. ഞങ്ങളുടെ സീനിയോറിറ്റിയുള്ള ആളുകൾ ഇന്നിപ്പോൾ കോൺഗ്രസ് ലീഡർഷിപ്പിനകത്ത് ഒരു ഏറ്റവും തലപ്പത്ത് സീനിയറായിട്ട് വന്നിട്ടുള്ള ആളുകളുടെ ഒരു പരമ്പരയിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാനും. അപ്പോൾ അതുകൊണ്ട് അതൊന്നും സ്ഥാനങ്ങളെല്ലാ കാലത്തും ഉള്ളത് കൊണ്ടല്ല. ഒരു സ്ഥാനവും ഇല്ലാതെ ഞാൻ കോൺഗ്രസിനകത്ത് നിന്നിട്ടുണ്ട്, ഒരു സ്ഥാനവുമില്ലാതെ. ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ 91 തെരഞ്ഞെടുപ്പിലല്ലേ ഞാൻ MLA ആയുള്ളൂ. അപ്പോൾ അതിനു മുമ്പൊന്നും ഇതിനുള്ള അർഹത ഇല്ലാത്തത് കൊണ്ടാണോ? ഞാനൊന്നും വാദിച്ചിട്ടില്ല, തർക്കിക്കാൻ പോയിട്ടില്ല. ഓരോ സാഹചര്യങ്ങൾ വെച്ചാണ് പോവുക. മാത്രമല്ല, എനിക്ക് ഇന്ന് ഉള്ളതിന് ഇതിനേക്കാൾ എനിക്ക് എന്നും താല്പര്യം പാർട്ടി പ്രവർത്തകനായി നിൽക്കുന്നതിനാണ്. പാർട്ടിയുടെ എല്ലാ രംഗത്തും അതുമായി സഹപ്രവർത്തകരുമായി പ്രവർത്തിച്ച് മുന്നേറുന്നതിന് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അല്ല, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഈ ആഭ്യന്തര വകുപ്പ് ഒഴിഞ്ഞ് സാധാരണ പാർട്ടി പ്രവർത്തനമായി പോകുന്നത് ഒരു പൊതുപ്രവർത്തകൻ്റെ വളർച്ചയുടെ ഒരു പ്രോഗ്രഷൻ്റെ സൂചനയല്ലല്ലോ, അത് താഴ്ചയിലേക്കുള്ളൊരു പോക്കല്ലേ? അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ പദവികളിലൊന്നും താല്പര്യമില്ല, അവിടെ അങ്ങനെ കടിച്ചു തൂങ്ങണമെന്നുള്ള ഒരു താല്പര്യം എനിക്കില്ല, ഞാൻ വേണമെങ്കിൽ പൊതുപ്രവർത്തനായി സാധാരണ പ്രവർത്തനമായി പൊക്കോളാമെന്നൊക്കെ ആലങ്കാരികമായി പറയാമെങ്കിൽ കൂടിയും അതൊരു രാഷ്ട്രീയ പ്രതിസന്ധി താങ്കളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുമായിരുന്നില്ലേ? അത് പറയുന്ന ഒരു അർത്ഥമില്ല. കാരണം ഞാൻ റോൾ മോഡലായി എടുക്കുന്ന ശ്രീ AK ആൻ്റണി ഒരു സ്ഥാനവും ഇല്ലാതെ എത്ര നാൾ കേരളത്തിൽ നിന്നു. KPCC പ്രസിഡൻ്റായിരുന്ന ശ്രീ AK ആൻ്റണി യാത്ര ചെയ്യാൻ ഒരു കാറ് പോലും ഇല്ലാതെ കേരളത്തിൽ ഉടനീളം സഞ്ചരിച്ചത് ഈ നാട്ടിലെ ജനങ്ങൾ കണ്ടതല്ലേ? മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ AK ആൻ്റണി ട്രെയിനിൽ എറണാകുളത്ത് പോയി രാജിവെച്ചതിന് ശേഷം ട്രെയിനിൽ മടങ്ങി എറണാകുളത്ത് പോയത് ഈ കേരളത്തിലെ ജനത കണ്ടതല്ലേ? അപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു സ്ഥാനവും ഇല്ലാത്ത എത്രയോ കാലം നമ്മുടെ അത്യുന്നതന്മാരായ നേതാക്കന്മാർ എഴുന്നിട്ടുണ്ട്. ശ്രീ വയലാർ രവി, അദ്ദേഹം സത്യം പറഞ്ഞാൽ 1971 തെരഞ്ഞെടുപ്പിലെ പാർലമെൻറ്റിലെത്തുന്നുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താ? ശ്രീ വയലാർ രവി ഞങ്ങളുടെ സ്ഥാപക നേതാവല്ല എന്നുള്ളതാണോ? അല്ലല്ലോ, അദ്ദേഹമാണല്ലോ ഞങ്ങൾക്ക് KSU യൂത്ത് കോൺഗ്രസും ആരംഭിക്കുന്നതിന് വേണ്ടി പ്രേരക ശക്തിയായി നിന്നത്. ഒരു സ്ഥാനവും കാര്യമായിട്ടില്ലാതെ അദ്ദേഹം പൊളിറ്റിക്സിൽ നിന്നില്ലേ? ശ്രീ ഉമ്മൻചാണ്ടി, അദ്ദേഹം സത്യം പറഞ്ഞാൽ ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി ഇരുന്നതിന് ശേഷം ദീർഘകാലം ജില്ലാ പൊളിറ്റിക്സിനകത്ത് വളരെ സജീവമായിട്ട് നിന്ന് കാര്യമായി സ്റ്റേറ്റിലെ ഒരു ഉന്നത സ്ഥാനത്ത് നിൽക്കാതെ നിന്നില്ലേ? എല്ലാവരും ഉണ്ട്. ഞാൻ ഈ 3 പേരുടെ പേര് പറഞ്ഞത് ഇന്ന് കേരളത്തിൽ വളരെ അത്യുന്നതത്തിൽ നിൽക്കുന്ന 3 വ്യക്തികളെന്നുള്ള നിലയിലാണ്. ക്യാബിനറ്റ് റീഷഫിൾ എന്ന് പറയുന്നൊരു സംഭവം അതൊരു അടഞ്ഞ അധ്യായമായി മാറിക്കഴിഞ്ഞു എന്നൊരു വിലയിരുത്തലുണ്ടോ തിരുവഞ്ചൂരിന്? ഞാനത് പറയുന്നത് ശരിയല്ല. കാരണം ക്യാബിനറ്റ് റീഷഫിളിനെ കുറിച്ച് എങ്ങനെയാണ് ഒരു മന്ത്രി പറയുക? ക്യാബിനറ്റ് റീഷഫിളിനെ കുറിച്ച് ആലോചിക്കേണ്ട വേറെ തലത്തിലാണ്. അല്ല, ഈ ചർച്ചകളിലൊക്കെ ഉള്ള ഒരാളാണ് താങ്കളുടെ നേതൃപദവിയിലിരിക്കുന്നയാളാണ്, 2ാം സ്ഥാനം ഈ മന്ത്രിസഭയിൽ അലങ്കരിക്കുന്ന ഒരാളാണ് വകുപ്പ് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ പാർട്ടിയിലും സർക്കാരിലുമൊക്കെ സ്വാധീനമുള്ള ഒരാളെന്ന നിലയിലാണ് ഞാൻ ഈ ചോദ്യം ഉന്നയിക്കുന്നത്. അതങ്ങനെ പെട്ടെന്ന് ഒഴിഞ്ഞു പോകാൻ കഴിയുന്ന ഒരു ചോദ്യമല്ല. ഇത്തരം ചർച്ചകളൊക്കെ നടക്കുന്നത് സംബന്ധിച്ച് താങ്കൾക്കും അറിവുണ്ടാകണം. അതുകൊണ്ട് ക്യാബിനറ്റ് റീഷഫിൾ എന്ന് പറയുന്നത് തൽക്കാലത്തേക്കെങ്കിലും ഒരു ക്ലോസ് ചാപ്റ്റർ ആയിട്ടുണ്ടോ? ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്തോളം ഇവിടെ മുഖ്യമന്ത്രിയും KPCC പ്രസിഡന്റും ഡൽഹിയിൽ ഞങ്ങളുടെ കേന്ദ്ര നേതൃത്വമായിട്ട് നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ചില നിഗമനങ്ങൾ, ചില തീരുമാനങ്ങൾ വന്നിട്ടുണ്ട്. ആ തീരുമാനങ്ങളുടെ ഒരു യഥാർത്ഥം എന്നുള്ള നിലയിലാണ്, ആ ഒരു ധാരണയിലിരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഞാൻ അതിനെന്തിനാണ് മറുപടി പറയുന്നത്?